ഹായ്, ഞങ്ങളുടെ മൗറീഷ്യൻ ട്രിപ്പാണ് ഈ വീഡിയോയിൽ. ഈ ട്രിപ്പ് എങ്ങനെ പ്ലാൻ ചെയ്തു എന്നുള്ളത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം. ഈ ട്രിപ്പ് ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾ സാധാരണ 4 പേരായിട്ടാണ് എല്ലാ യാത്രകളും ചെയ്യുക. പക്ഷേ ഈ ട്രിപ്പിൽ 3 പേരേ ഉള്ളൂ. മോൾക്ക് പരീക്ഷയൊക്കെ ആയതുകൊണ്ട് മോളില്ല. ഞാനും വൈഫും മകനുമായിട്ടാണ് ഈ ട്രിപ്പ് ഞങ്ങൾ പോയത്. ഇത് ട്രിവാൻഡ്രത്ത് നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് മൗറീഷ്യസ് ഇൻഡിഗോ വിമാനത്തിലാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. ട്രിവാൻഡ്രത്ത് നിന്ന് ബാംഗ്ലൂർ ഒരു 1.5 മണിക്കൂറും അവിടെ നിന്ന് ഏകദേശം 6 മണിക്കൂറും. അതാണ് ഈ യാത്രയുടെ സ്കീം. ഇത് ഇൻഡിഗോ വിമാനത്തിലെന്ന് ഞാൻ ആൾറെഡി പറഞ്ഞു. ഇതിൽ ഞങ്ങൾക്ക് 7 കിലോ ക്യാബിൻ ബാഗും 20 കിലോ ചെക്കിൻ ബാഗുമാണ് ബാഗേജിൻ്റെ കാര്യം. ഇതിൽ ഫുഡ് കിട്ടത്തില്ല. ഞങ്ങൾക്ക് ഏപ്രിലാണ് ഞങ്ങളുടെ ഈ യാത്രയായിരുന്നു. ഏപ്രിൽ ഒരു ആഴ്ച അവധി ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഏപ്രിലിൽ ഈ യാത്ര പ്ലാൻ ചെയ്തത്. ഞങ്ങൾക്ക് രാത്രി ഒരു 10:40 ഞങ്ങളുടെ ഫ്ലൈറ്റ് ട്രിവാൻഡ്രം ഡൊമസ്റ്റിക്കിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 2-2.5 മണിക്കൂറിന് മുമ്പേ ട്രിവാൻഡ്രം ഡൊമസ്റ്റിക്കിലെത്തി ഞങ്ങൾ ഇങ്ങനെ ഗേറ്റ് എൻട്രി ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് അവിടുത്തെ എയർപോർട്ടിൻ്റെ ടാഗൊക്കെ ഇട്ട് ഇങ്ങനെ ഒരാൾ എൻ്റെ കൂടെ വന്നിട്ട്, രഞ്ജിത്തല്ലേ, ഇങ്ങനെ ഞാനിങ്ങനെ മുമ്പ് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. കാരണം ഏകദേശം ഒരു 25 വർഷത്തിന് മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്തായിരുന്നു. അപ്പോൾ പുള്ളിയാണ് ഈ ഡൊമസ്റ്റിക്കിലെ ഡിജി യാത്ര നോക്കുന്നത്. അപ്പോൾ അത് കാരണം ഞങ്ങൾ ഇങ്ങനെ കുറേ ഡിജി യാത്രയെക്കുറിച്ചൊക്കെ കുറച്ച് സംസാരിച്ചു. വിദേശ യാത്ര ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ബോർഡിംഗ് പാസ് ഇല്ലായിരുന്നു. അപ്പോൾ ഡിജി യാത്ര വഴി പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ CSFന് ഇതൊക്കെ കാണിച്ചിട്ട് ഞങ്ങൾ നേരെ ഇൻഡിഗോയുടെ കൗണ്ടറിലോട്ട് പോയി. അപ്പോൾ ഇൻഡിഗോയുടെ കൗണ്ടറിലോട്ട് പോയിട്ട് ഇൻഡിഗോയിൽ ഇത് വിദേശയാത്ര ആയതുകൊണ്ട് തന്നെയാണ് അതിൽ അവർക്ക് കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്, കുറേ ചെക്ക് പോയിൻറ്റ്സ് ഉണ്ട്. അതായത് ഞങ്ങൾക്ക് പാസ്പോർട്ട് കറക്റ്റാണോ, ഞങ്ങളുടെ വിസയുടെ ഡീറ്റെയിൽസ്. കാരണം ഇതിൽ ഒരു പ്രത്യേകതയുള്ളത്, ഞങ്ങളുടെ മൗറീഷ്യസിന് ഇന്ത്യക്കാർക്ക് വിസ ആവശ്യമില്ല. പക്ഷേ എന്നാലും വേറെ കുറച്ച് കാര്യങ്ങൾ നോക്കണം. അതായത് ടു ആൻഡ് ഫ്രോ ടിക്കറ്റ്, അവിടുത്തെ അക്കോമഡേഷൻസ്, സഫീഷ്യൻറ്റ് ഫണ്ട് നമ്മുടെ കയ്യിലുണ്ടോ എന്നൊക്കെ ഇൻഡിഗോയുടെ കൗണ്ടറിലുള്ള ആൾ ചോദിച്ചു, മനസ്സിലാക്കി. എന്നിട്ട് പക്ഷേ ഞങ്ങളുടെ ആദ്യത്തെ യാത്ര ട്രിവാൻഡ്രത്ത് നിന്ന് ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ അതൊരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റാണ്. പക്ഷേ എന്തായാലും കണക്റ്റഡ് ഒറ്റ PNR ഒരുമിച്ചാണ് ബോർഡിംഗ് പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ടൊക്കെയാണ് പുള്ളി കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചത്. അപ്പം അങ്ങനെ ഞങ്ങൾ നേരെ സെക്യൂരിറ്റി ചെക്സ് ഒക്കെ കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്തു. നേരെ ബാംഗ്ലൂർ എത്തി. ബാംഗ്ലൂർ ഡൊമസ്റ്റിക്കിൽ ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾക്ക് ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി അവിടെ നിന്നൊരു ടെർമിനൽ കണക്ഷൻ ബസ്സുണ്ട്. അപ്പോൾ അതിൽ കയറി ഞങ്ങൾ നേരെ ഇൻ്റർനാഷണൽ എയർപോർട്ട് എത്തി. ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഈ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഈ ഇടയ്ക്കാണ് പുതുക്കി പണിതത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ ഒരു കണ്ടാലൊരു ഫോറിൻ ഈ എയർപോർട്ടിൻ്റെയൊക്കെ ഒരു ലുക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടൊക്കെ നോക്കി നേരെ ഞങ്ങൾ എമിഗ്രേഷനിലോട്ട് പോയി. ഞങ്ങൾ ബാംഗ്ലൂരിലെ എമിഗ്രേഷനെ കഴിഞ്ഞ് ഫ്ലൈറ്റിൽ കയറി ഏകദേശം 6 മണിക്കൂർ യാത്രയാണ്. അപ്പം മൗറീഷ്യസ് ഇന്ത്യയെക്കാളും ഏകദേശം ഒരു 1.5 മണിക്കൂർ പുറകിലോട്ടാണ്. അപ്പോൾ അത് കാരണം തന്നെ ഞങ്ങൾ രാവിലെ 8:30 മണിക്ക് മൗറീഷ്യൻ എയർപോർട്ടിലെത്തിയിട്ട് അവിടെ നിന്ന് നേരെ എമിഗ്രേഷനിലോട്ടാണ് പോയത്. എമിഗ്രേഷനിൽ അവർ റിട്ടേൺ ടിക്കറ്റും ജസ്റ്റ് ഹോട്ടലിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. എല്ലാം വളരെ സ്മൂത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്. അവരുടെ ഹെൽത്ത് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെക്ഷനും കൂടെ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളൊരു ഡിജിറ്റൽ ട്രാവൽ ഫോം എന്നുള്ള ഒരു ഫോം ഫില്ല് ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് ആയിട്ടാണ് ഞങ്ങൾ പോയത്. അതിനകത്തൊരു QR കോഡ് ഉണ്ട്. അപ്പോൾ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും അവർ കിട്ടും. അപ്പോൾ അതിൽ ലാസ്റ്റ് സഞ്ചരിച്ചിട്ടുള്ള കൺട്രി, പിന്നെ എന്ന് വരെ ഉണ്ട്, എവിടെയാണ് താമസിക്കുന്നത്, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. അഥവാ നമ്മൾ ഇവിടുന്ന് ഫില്ല് ചെയ്യാൻ മറന്നുപോയാലും അവിടെ ചെന്നിട്ട് ഫില്ല് ചെയ്യാം. പക്ഷേ അത് അത്രയും ഒരു 10-15 മിനിറ്റോളം സമയമെടുക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഇവിടുന്ന് ഫില്ല് ചെയ്തിട്ട് പോണതാണ് നല്ലത്. അപ്പം അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ബാഗ് കളക്ട് ചെയ്യാൻ വേണ്ടി പോയി. ബാഗ് കളക്ട് ചെയ്തിട്ട് അടുത്ത പരിപാടി ഞങ്ങൾക്ക് സിം എടുക്കുക എന്നുള്ളതാണ്. സാധാരണ ഞങ്ങൾ എല്ലാ യാത്രയിലും എയർപോർട്ടിൽ നിന്ന് തന്നെയാണ് മാക്സിമം സിം എടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു ട്രാവലിനൊരു അത്യാവശ്യമാണ്. കാര്യം നമുക്ക് എപ്പോഴും ഇൻ്റർനെറ്റ് ഉപയോഗിക്കുക, നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ, മാപ്പ് ഉപയോഗിക്കുക, അങ്ങനെയൊക്കെ ഉള്ള ആവശ്യത്തിന് ഒരു അനിവാര്യം തന്നെയാണ്. അപ്പം അതുകൊണ്ട് സിം എടുത്തിട്ട് അടുത്ത പരിപാടി ഞങ്ങൾക്ക് ഈ യൂറോയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ക്യാഷ് ആയിട്ട് കൊണ്ടുപോകും. അപ്പോൾ യൂറോയിൽ നിന്ന് ലോക്കൽ കറൻസിയായ MUR മൗറീഷ്യൻ
റുപ്പിയിലോട്ട് മാറ്റണം. അപ്പോൾ അതിന് തന്നെ ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ നിന്ന് ഞങ്ങൾ കുറേ ആവശ്യത്തിന് കുറച്ച് യൂറോയ മൗറിഷ്യൻ കറൻസി ആക്കി മാറ്റി. അത് നമ്മുടെ മൗറിഷ്യൻ കറൻസി ഇന്ത്യയുടെ 2 രൂപയാണ്. അവരുടെ ഒരു മൗറിഷ്യൻ രൂപ എന്ന് പറഞ്ഞാൽ നമ്മുടെ 2 രൂപയാണ്. ഈ സിമ്മിന് 750 MUR ആണ്. ഇപ്പോൾ ഏകദേശം 1500 രൂപയാണ് ഈ സിമ്മിൻ്റെ ചാർജായ. EMTEL എന്ന് പറഞ്ഞ കമ്പനിയുടെ സിം കാർഡാണ് ഞങ്ങൾ ഉപയോഗിച്ചത്. അത് കഴിഞ്ഞിട്ട് അടുത്ത് ഞങ്ങൾക്ക് കാറ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ ആൾറെഡി ഏകദേശം ഒരു 2 മാസത്തിന് മുമ്പ് തന്നെ ഞങ്ങൾ റെൻ്റേ കാറ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ റെൻ്റേ കാറ് എൻ്റെ കൗണ്ടർ എയർപോർട്ടിനകത്തില്ല. അപ്പോൾ അവരുടെ കൗണ്ടർ എയർപോർട്ടിന് വെളിയിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബുക്കിങ്ങിൻ്റെ സമയത്ത് തന്നെ അതിനകത്ത് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഗേറ്റിൽ കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ അവരുടെ ഓഫീസിൻ്റെ ആൾക്കാർ കാണും. അവരെ കോൺടാക്ട് ചെയ്താൽ മതി, അവർ വേണ്ട കാര്യങ്ങൾ ചെയ്തു വരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് വെളിയിൽ ഇറങ്ങി നോക്കിയപ്പോൾ പെട്ടെന്ന് ആളിനെ കാണാൻ പറ്റിയില്ല. അപ്പം ഞങ്ങളിൽ ഫോൺ ഉള്ളതുകൊണ്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പറിൽ ബുക്കിങ്ങിൻ്റെ വിളിച്ചു. അപ്പോൾ അവർ ഉടനെ തന്നെ അവരുടെ ആളിനെ വിളിച്ച് പറഞ്ഞ് ഞങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഞങ്ങൾ അവരുടെ കാറിൽ ഈ റെൻ്റ് കാറിൻ്റെ ഓഫീസിലോട്ട് കൊണ്ടുപോയിട്ട് ഞങ്ങൾ ഒരു കിയയുടെ ഹാഷ്ബാക്ക് ആണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അത് അവൈലബിൾ അല്ല. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടിയ ഒരു സെഡാൻ തരാം. അപ്പോൾ അത് ഒരു മലേഷ്യൻ കാറായ പെറോഡ എന്നുള്ള ബ്രാൻഡിൻ്റെ ഒരു കാറായിരുന്നു. അത് ഒരു 2025 പുതിയൊരു സെഡാനായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് തന്നു. കുഴപ്പമില്ല, നല്ല കാറൊക്കെയാണ്. കാറിൽ പെട്രോൾ സാധാരണ ഫുൾ ടാങ്കാണ് സാധാരണ കിട്ടുക. പക്ഷേ ഇവിടെ നേരെ മറിച്ച് MT ആയിരുന്നു. MT എന്ന് വെച്ചാൽ 1 ബാറേ ഉള്ളൂ. അപ്പോൾ അവർ നോക്കിയിട്ട് പറഞ്ഞാൽ വേണ്ട, MT എന്ന് എഴുതിയിരിക്കാം. അപ്പോൾ 1 ബാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യത്തിന് അടുത്ത പെട്രോൾ പമ്പിൽ പോയിട്ട് നമുക്ക് പെട്രോൾ അടിക്കാനുള്ള സൗകര്യമുണ്ട്. അവർ പെട്രോൾ പമ്പ് ഇന്നടുത്തുണ്ടെന്നും എല്ലാം ഡീറ്റെയിൽസ് പറഞ്ഞു തന്നു. അവിടുത്തെ പെട്രോൾ ചാർജ് 61 MUR ആണ് 1 ലിറ്ററിന്. ഏകദേശം 115 ഇന്ത്യൻ റുപ്പി. കമ്പാരിറ്റീവ്ലി വളരെ ചീപ്പാണ്. കാരണം അവിടുത്തെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏകദേശം ഡബിളാണ്. എല്ലാ സാധനങ്ങൾക്കും ഇവിടുത്തെ ഇരട്ടിയോളം ഏകദേശം വില കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ പെട്രോളിൽ കമ്പാരിറ്റീവ്ലി കുറവാണ്. മൗറീഷ്യസിലെ ഈ എയർപോർട്ട് മൗറീഷ്യസിൻ്റെ ഏകദേശം സൗത്ത് ഭാഗത്താണ്. പക്ഷേ ഞങ്ങൾ താമസിക്കുന്നത് നോർത്തിലാണ് അവരുടെ ക്യാപിറ്റലായ പോർട്ട് ലൂയിസിനും കുറച്ച് മുകളിലായിട്ടുള്ള ഗ്രാൻഡ് ബേയിലാണ് ഞങ്ങളുടെ ഹോട്ടൽ ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. ഞങ്ങൾക്ക് ഒരാഴ്ചത്തെ ട്രിപ്പാണെന്ന് ഞാൻ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ ഞങ്ങൾ ഈ ഗ്രാൻഡ് ബേയിൽ തന്നെ ഫുൾ താമസിച്ചുകൊണ്ട് ഫുൾ കൺട്രി എക്സ്പ്ലോർ ചെയ്യാനാണ് ഞങ്ങളുടെ പ്ലാൻ. കാരണം ആൾറെഡി ഞങ്ങളിൽ ഒരു കാറുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ല. കാരണം മൊത്തത്തിൽ നോർത്ത് ടു സൗത്ത് 80 കിലോമീറ്ററും ഈസ്റ്റ് ടു വെസ്റ്റ് 50 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ അത് കാരണം നമുക്ക് ഏകദേശം ഡ്രൈവിങ്ങിനൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഒരുപാട് ദൂരമൊന്നും ഡ്രൈവില്ല. ഒരു 1.5 മണിക്കൂർ കൊണ്ട് എവിടെ വേണോ നമുക്ക് എത്താൻ പറ്റും. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് വെളിയിലിറക്കി തൊട്ടടുത്ത പെട്രോൾ പമ്പിൽ ചെന്ന് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് ഞങ്ങൾക്ക് നേരെ ഇനി ഗ്രാൻഡ് ബേ ഞങ്ങളുടെ താമസിക്കുന്ന സ്ഥലത്തോടെ പോകണം. പക്ഷേ വേറെ കാര്യമുള്ളത്, ഞങ്ങളുടെ ഈ ട്രിപ്പിൽ മെയിനായിട്ട് 2 ദിവസം ഞങ്ങൾക്ക് ഡേ ട്രിപ്പ് അതായത് നിയർ ബൈ ഐലൻഡ്സിലോട്ടുള്ള ട്രിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനുണ്ട്. ആദ്യത്തെ ട്രിപ്പ് ഇലയാക് സർഫ് എന്ന് പറയുന്ന ഒരു ഐലൻഡിലോട്ട് പോകാനുള്ളതാണ്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തോട്ട് ഞങ്ങൾ പോയി ഹോട്ടലിലോട്ട് പോണ വഴിക്ക് തന്നെ അവിടെ ചെന്ന് കുറച്ച് അന്വേഷിക്കാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു, കാര്യങ്ങളൊക്കെ കുറച്ച് അന്വേഷിച്ചു. അവിടെ ഒരു വാട്ടർഫാളുണ്ട്, JRC എന്ന് പറയണം. അപ്പോൾ ആ വാട്ടർഫാൾ കാണണം. പിന്നെ അങ്ങനത്തെ ഒരു 1 ഡേ ട്രിപ്പാണ്. അപ്പോൾ അത് ഫുള്ള് എങ്ങനെ പ്ലാൻ ചെയ്യണമെന്നൊക്കെ ഉള്ളത് അവിടെ ചെന്ന് അന്വേഷിച്ചു. അപ്പോൾ ഒരാളിനെ കണ്ട് സംസാരിച്ചു, അതിൻ്റെ എമൗണ്ടൊക്കെ നോക്കി സെറ്റിൽ ചെയ്തു. അത് ഏകദേശം ഒരു 1500 MUR ആണ് ഒരാളിനുള്ള ടിക്കറ്റ്. അതായത് നമ്മളെ ബോട്ട് ട്രിപ്പ്, ബാർബിക്യൂ, ലഞ്ച് എല്ലാം ഉൾപ്പെടെയാണ്. അപ്പോൾ ആദ്യം കുറച്ച് റേറ്റ് കൂടുതലൊക്കെയാണ് ചോദിച്ചു. അപ്പോൾ അവസാനം നമ്മൾ 1500 പെർ പേഴ്സണിൽ 1500 MUR പെർ പേഴ്സണിൽ സെറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു വൗച്ചറൊക്കെ തന്നു. അത് ഞങ്ങൾ ഡേ ആഫ്റ്റർ ടുമാറോ, അതായത് ഞങ്ങളൊരു സൺഡേ ആണ് ഞങ്ങൾ എത്തുന്നത്. ട്യൂസ്ഡേ ആണ് ഞങ്ങളുടെ ആ ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്.
ചെയ്തത്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ആ സ്ലിപ്പൊക്കെ കൊണ്ട് ഞങ്ങൾ നേരെ കുറച്ച് ഡ്രൈവൊക്കെ ചെയ്ത് ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഹോട്ടലിലെത്തി. അപ്പോൾ ഹോട്ടലിൽ ഞങ്ങൾ നേരത്തെ ഏകദേശം ഞങ്ങളിവിടെ വരുന്നതിന് ഒരാഴ്ചക്ക് മുമ്പ് തന്നെ ഞങ്ങൾക്കൊരു മെയിലൊക്കെ വന്നിരുന്നു. എങ്ങനെയാണ് സെൽഫ് ചെക്ക് ഇൻ ആണ്, അതായത് ആളുണ്ടാവില്ല, എങ്ങനെ ചെക്ക് ചെയ്യണമെന്നൊക്കെയുള്ള ഒരു ഫോട്ടോസും അതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ അതൊക്കെ നോക്കി ഞങ്ങൾ നേരെ ഹോട്ടലിലെത്തിയിട്ട് ആദ്യം തന്നെ ഒരു റിമോട്ട് ഡോറാണ് പാർക്കിങ്ങിനുള്ള ഗേറ്റ്. അപ്പോൾ ആ ഗേറ്റ് ഞങ്ങൾ തുറന്നു, വണ്ടി അകത്ത് പാർക്ക് ചെയ്തു. പിന്നെ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിച്ചു. ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ കീ ഞങ്ങളുടെ അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഉള്ള ഒരു നമ്പർ ലോക്ക് ആയിട്ടുള്ളൊരു ബോക്സിനകത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ നമ്പർ നോക്കി ആ ബോക്സ് തുറന്ന് ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അതിനകത്ത് കയറി. അപ്പോൾ അതിനകത്ത് കയറിയപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച പോലെയൊക്കെ തന്നെ നല്ല വിശാലമായിട്ടുള്ള റൂമൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് കിച്ചൺ അക്സസറീസ് എല്ലാം ഉണ്ട്. പക്ഷേ ഇതേപോലെ തന്നെയാണ് ഞങ്ങൾ ജപ്പാനിൽ പോയപ്പോഴും ഇങ്ങനത്തെ സെൽഫ് ചെക്ക് ഇൻ ഒരു ഹോട്ടലായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ അർദ്ധരാത്രിയായിരുന്നു. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ്ഡ് ഒരു സാധനമായിരുന്നു. കാരണം ഞങ്ങൾ ഭയങ്കര കഷ്ടപ്പെട്ട് ചെക്ക് ഇൻ ചെയ്തൊരു നല്ലൊരു സ്റ്റോറി ഉണ്ട്. അപ്പോൾ അത് ഞാൻ മുമ്പൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതേ ഒരു ഓർമ്മ ഞങ്ങൾ ഇവിടെ ചെക്ക് ഇൻ ചെയ്തപ്പോഴും വന്നു. ഞങ്ങളങ്ങനെ ഹോട്ടലിൽ ചെക്ക് ഇനൊക്കെ ചെയ്തിട്ട് ഞങ്ങളുടെ അന്നത്തെ ഡിന്നർ കഴിക്കണമെന്നുള്ള രീതിയിൽ ഞങ്ങൾ പുറത്തോട്ട് പോയി. അങ്ങനെ പുറത്തോട്ട് പോയി ഇപ്പം ഞങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെ ഞങ്ങൾക്കൊരു മാളുണ്ടായിരുന്നു. അവിടെ ഒരു മെക്ഡൊണാൾഡ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ആഹാരമൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പം ഞങ്ങളുടെ അടുത്ത പരിപാടി പിറ്റേന്ന് ഞങ്ങളുടെ പ്ലാന് ട്രക്കിന് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറോളം ഡ്രൈവ് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു ചെറിയൊരു ഹൈ റേഞ്ചിലോട്ടുള്ള ഒരു ട്രക്കിംഗ് ആയിരുന്നു. അപ്പോൾ അത് മൗറീഷ്യസിലൊരു ഫേമസ് ട്രക്കിംഗ് സ്പോട്ടാണ് മോക്ക ട്രയൽ ട്രക്കിംഗ് എന്നാണ് പറഞ്ഞത്. അവിടെ 3 തരത്തിലുള്ള ട്രക്കിംഗ് ഉണ്ട്. ഒരു 4 കിലോമീറ്റർ, പിന്നെ ഒരു 12 കിലോമീറ്റർ, പിന്നെ ഒരു 28 കിലോമീറ്റർ, അങ്ങനെ 3 തരത്തിലുള്ള ട്രക്കിംഗ് ഉണ്ട്. പക്ഷേ ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഞങ്ങൾ ഏറ്റവും ചെറുതായിട്ടുള്ള 4 കിലോമീറ്ററിൻ്റെ ട്രക്കിംഗ് ആണ് തിരഞ്ഞെടുത്തത്. പക്ഷെ അന്ന് കുറച്ച് റെയിൻ ഉണ്ടായിരുന്നു, മഴ ഉണ്ടായിരുന്നത് കാരണം തന്നെ ട്രക്കിംഗ് എന്തായാലും ഞങ്ങൾ കാറ് ഇട്ടിട്ട് ട്രക്കിംഗ് തുടങ്ങി. അപ്പം പോണ വഴിക്കെല്ലാം കുറച്ച് സ്ലിപ്പറി ആയിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴൊക്കെ പലരും ഇങ്ങോട്ട് തിരിച്ച് വരണുണ്ടായിരുന്നു. അപ്പോൾ അവരെ ദേഹം നിറയെ ചെളിയും അവരെ ഷൂ ഒക്കെ നിറയെ ചെളിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ചിരി വന്നു. കഴിച്ചാൽ ഞങ്ങൾ നല്ല ഡീസൻ്റായിട്ട് മുകളിൽ കയറിയിട്ട് തിരിച്ചിറങ്ങുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ചിരി വന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകും തോറും ഞങ്ങൾക്ക് മനസ്സിലായി ഭയങ്കര കഠിനമാണെന്ന്. അതായത് ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വന്ന് വീഴും, അങ്ങനെ രീതിയിലുള്ള സ്ലിപ്പറി ആയിരുന്നു. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ മുകളിൽ അറ്റം വരെ പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങാൻ തുടങ്ങിയപ്പോഴേ ഞങ്ങൾക്ക് വീണ്ടും മറ്റേ പഴയ കാര്യം ഓർമ്മ വന്നു. കഴിച്ചാൽ പലരും ഇങ്ങനെ ചെളി മൂടി വരുന്നത്. അപ്പോൾ അതുപോലെയായി ഞങ്ങളുടെ ഷൂവും ഞങ്ങളുടെ പാൻസൊക്കെ. അപ്പോൾ അങ്ങനെ ഫുള്ള് ചെളിയൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ പതുക്കെ തിരിച്ചിറങ്ങി വന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ നല്ല വ്യൂ ഉണ്ട്, നല്ലൊരു അന്തരീക്ഷമുണ്ട്, നല്ല ക്ലൈമറ്റ്. അതായത് മഴയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ക്ലൈമറ്റ്. പക്ഷേ ഭയങ്കര ഒരു അഡ്വഞ്ചറസ് ആയിരുന്നു ആ ഒരു ട്രക്കിംഗ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തിയിട്ട് ഞങ്ങൾ യഥാർത്ഥം പറഞ്ഞ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ പോർട്ട് ലൂയിസ് ടൗൺ കാണുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ ഞങ്ങൾ ഈ ഒരു കണ്ടീഷനിൽ ഞങ്ങൾക്ക് പോർട്ട് ലൂയിസ് ടൗൺ കാണാൻ പറ്റത്തില്ല. കാരണം ഫുള്ള് ചെളിയായിട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ ഷൂ ഒക്കെ തന്നെ കാറിലോട്ട് ഇടാൻ തന്നെ പറ്റില്ല, അത്രയ്ക്ക് ചെളിയായിരുന്നു. അപ്പോൾ ഞങ്ങളത് കാരണം കുറേ ഇങ്ങനെ കമ്പൊക്കെ ഓടിച്ച് ഡിക്കിയിലിട്ടിട്ട് അതിൻ്റെ പുറത്തൊക്കെയാണ് ഞങ്ങൾ ഈ ഷൂ ഒക്കെ വെച്ചത്. അപ്പം എന്ന് വെച്ചാൽ കാറ് ചീത്തയാവാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് ഹോട്ടലിലെത്തി ഇങ്ങനെ പാൻറ്റും ഞങ്ങളുടെ ഷൂ ഒക്കെ വാഷ് ചെയ്തൊക്കെ വെച്ചിട്ട് പിന്നെ ഞങ്ങൾ അടുത്ത് ഡ്രസ്സൊക്കെ മാറി വീണ്ടും ഞങ്ങൾ പോർട്ട് ലൂയിസിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങി. പോർട്ട് ലൂയിസ് ഞങ്ങളുടെ താമസിക്കുന്നിടത്ത് നിന്ന് ഏകദേശം 25 കിലോമീറ്ററാണ്. 25 കിലോമീറ്റർ ഏകദേശം ഒരു 40 മിനിറ്റൊക്കെ എടുക്കും. നല്ല റോഡാണ് അത്. നേരെ വണ്ടി എടുത്ത് പോർട്ട് ലൂയിസിലെത്തി. അപ്പം വൈകുന്നേരം ആ പോർട്ട് ലൂയിസ് സിറ്റി ഫുൾ കണ്ടു. അതിനിടയ്ക്കൂടെ ഞങ്ങൾ കുറച്ച് ആഹാരമൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ച് വാട്ടർ ഫ്രണ്ട് എന്ന് പറയുന്ന മെയിൻ അട്രാക്ഷൻ, അത് കഴിഞ്ഞിട്ട് ഒരു അംബ്രല സ്ക്വയർ എന്ന് പറഞ്ഞൊരു സ്ഥലം, പിന്നെ അതിൻ്റെയൊക്കെ നൈറ്റ് വ്യൂ എല്ലാം കണ്ടു. അങ്ങനെ കണ്ടിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് ഹോട്ടലിലെത്തിയിട്ട് ഞങ്ങൾ കുറച്ച് നൂഡിൽസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിച്ചു. നൂഡിൽസ് ഞങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോയതായിരുന്നു. എന്നിട്ട് ഞങ്ങൾ തലേ ദിവസം ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ നിന്നും കുറച്ച് നൂഡിൽസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നൂഡിൽസ്, കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഡിന്നർ അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആൾറെഡി നമ്മൾ മറ്റേ ഇലോക്സ് സർഫിൽ പോകാൻ വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അത് പോവുക എന്നുള്ളതാണ്. അതിനുവേണ്ടി പിറ്റേന്ന് രാവിലെ 7 മണിയായപ്പോൾ അവിടെ നിന്ന് തിരിച്ചു. അത് ഏകദേശം ഒരു 1 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് തിരിച്ചു ട്രിപ്പിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തി കാർ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ അന്ന് ആളിനെ കണ്ടു. അയാൾ വേറൊരാളിനെ കൂടെ പരിചയപ്പെടുത്തി തന്നിരുന്നു. അപ്പോൾ അയാളെ കണ്ടു ഞങ്ങളുടെ ബാക്കിയുള്ള പൈസയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ അന്ന് അഡ്വാൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളായിരുന്നു. ഈ ബാക്കി പൈസ കൊടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ ഈ സ്പീഡ് ബോട്ടിൽ യാത്ര തിരിച്ചു. ഈ യാത്ര നേരെ ഈ ഇലോക്സ് ഐലൻഡിലോട്ടാണ് പോണത്. ഈ ഐലൻഡിലോട്ട് അവർ ഏകദേശം ഒരു 15 മിനിറ്റ് സ്പീഡ് ബോട്ടിൽ യാത്ര. അവിടെ ചെന്നപ്പോൾ ഇറങ്ങിയ ഉടനെ തന്നെ ഒരാൾ വന്ന് എല്ലാം അവിടുത്തെ ഐലൻഡുകളെ കുറിച്ചൊക്കെ പരിചയപ്പെടുത്തും. പക്ഷേ അയാളുടെ മെയിൻ ഇൻറ്റൻഷൻ നമ്മളെ വാട്ടർ സ്പോർട്സിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളത്. അപ്പം പലതരത്തിലുള്ള വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസിനെ കുറിച്ചൊക്കെ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ സ്നോർക്ലിങ്ങിന് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ സ്നോർക്ലിങ് ഏകദേശം അവിടുത്തെ 2000, അപ്പോൾ ഏകദേശം ഇവിടുത്തെ 4000 രൂപ ഞങ്ങൾക്ക് 3 പേർക്ക് കൂടെ. അത് ഈ ഗ്ലാസ് ബോട്ടം ബോട്ടിൽ ഏകദേശം ഒരു 10-15 മിനിറ്റ് ട്രാവൽ ചെയ്താലാണ് ഈ കോറലിൻ്റെ ഏരിയയിലെത്തുക. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ട്യൂബൊക്കെ വെച്ച് ഞങ്ങൾ സ്നോർക്ലിങ് ഞങ്ങൾ കോറലൊക്കെ കണ്ട് കുറച്ച് മീനൊക്കെ കണ്ടു. അങ്ങനെ എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ നമ്മൾ ചവിട്ടുമ്പോഴേ തന്നെ കാലിലൊക്കെ ഇങ്ങനെ പൊത്ത് കയറും. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഞങ്ങൾ സ്നോർക്ലിങ് ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ അവർ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു 12 മണിക്കാണ് ഇവിടെ നിന്നുള്ള അടുത്ത പോയിന്റിലോട്ടുള്ള ബോട്ട്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങളെല്ലാവരും വരണമെന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 12 മണിക്ക് മുമ്പ് തന്നെ എത്തി. അവിടെ നിന്ന് നേരെ വാട്ടർഫാൾ JRC വാട്ടർഫാൾ കാണാൻ വേണ്ടിയാണ് പോകേണ്ടത്. അപ്പം പോണ വഴിക്ക് തന്നെ ഒരു മങ്കി ഫീഡിംഗ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. അപ്പോൾ അത് അവിടെ നമ്മുടെ ഫോറസ്റ്റിൽ നിന്നുള്ള മങ്കികൾ വന്ന് ഈ ടൂറിസ്റ്റുകൾ കൊണ്ടുകൊടുക്കുന്ന ആഹാരം പഴമൊക്കെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ട് പോകും. നല്ല രസമുള്ള നല്ല ഇതായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഈ വാട്ടർഫാളിലെത്തി. ഈ വാട്ടർഫാൾ ഭയങ്കര അട്രാക്റ്റീവ് വാട്ടർഫാളാണ്. അതായത് ഈ വെള്ളം നേരെ കടലിലോട്ടാണ് വന്ന് വാട്ടർഫാളായിട്ട് വീഴുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ബ്യൂട്ടി ഉണ്ട് അതിന്. നമ്മൾ ബോട്ടിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ വാട്ടർഫാൾ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ വാട്ടർഫാൾ കണ്ടിട്ട് ഞങ്ങളെ നേരെ വേറൊരു ഐലൻഡിൽ കൊണ്ടാണ് ആക്കിയത്. ആ ഐലൻഡ് ഏകദേശം ഒരു 10-20 മിനിറ്റ് ട്രാവൽ ചെയ്താണ് ആ ഐലൻഡിലെത്തണം. ആ ഐലൻഡിൽ നിന്നാണ് ഞങ്ങൾക്ക് ബാർബിക്യൂ ലഞ്ച് കിട്ടുക. അപ്പോൾ ആ ലഞ്ചിന് വേണ്ടി അവിടെ കുറേ ടേബിളും അംബ്രലായൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇങ്ങനെ ബീച്ചിൻ്റെ തൊട്ടടുത്ത്, അതായത് വെള്ളത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സീറ്റിൽ ഞങ്ങൾ ഇരുന്നു. ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ടിക്കറ്റൊക്കെ കൊടുത്തു. അതിൻ്റെ അവർ ആദ്യം മറ്റേ കോള അല്ലെങ്കിൽ മറ്റേ ജ്യൂസൊക്കെ തന്നു. അത് കഴിഞ്ഞിട്ടുള്ള ബാർബിക്യൂ ചിക്കന്, ബാർബിക്യൂ ഫിഷ്, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള റൈസ്, ബ്രെഡ്, അങ്ങനെയൊക്കെ ഉള്ള ഒരു കുറേ കോംബോ. നമുക്ക് അൺലിമിറ്റഡ് ആണ്, എത്ര വേണോ തരും. നമ്മൾ കുറേ കാര്യമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അവിടെ തന്നെ അതിൻ്റെ സൈഡിൽ തന്നെ ഒരു ബീച്ചുണ്ട്. അപ്പോൾ ആ ബീച്ചിലോട്ടൊക്കെ പോയി ഇരുന്നിട്ട് അവിടെ നിന്ന് നേരെ അടുത്തൊരു 3 മണിക്കാണ് അവിടെ നിന്നുള്ള റിട്ടേൺ ട്രിപ്പ്. അങ്ങനെ റിട്ടേൺ നേരെ ഞങ്ങൾ കാർ പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് തിരിച്ചു കൊണ്ടാക്കി. അവിടെ ഏകദേശം ഒരു 3:30-3:45 എത്തി. അവിടെ നിന്ന് നേരെ ഞങ്ങൾ വീണ്ടും തിരിച്ച് ഞങ്ങളുടെ ഹോട്ടലിലോട്ട് പോയി. ഹോട്ടലിൽ പോയിട്ട് വൈകുന്നേരം വെറുതെ ആ ഗ്രാൻഡ് ബേ ഇങ്ങനെ കറങ്ങാനൊക്കെ വേണ്ടി ഇറങ്ങി. അതിൻ്റെ കൂടെ സൂപ്പർ മാർക്കറ്റിൽ കയറി ഞങ്ങൾ ലൈറ്റായിട്ട് കാര്യങ്ങളൊക്കെ കഴിച്ചു. വാങ്ങിക്കാനുള്ള നമ്മൾ പ്രിപ്പയർ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ വൈകുന്നേരം കുറച്ച് ബാക്കി എന്തൊക്കെ ഉണ്ടാക്കി കഴിച്ചു. എന്നിട്ട് അടുത്ത ദിവസം ഞങ്ങൾക്ക് 4ാമത്തെ ദിവസം ഞങ്ങളുടെ പരിപാടി ബ്ലാക്ക് റിവർ ഗോർജ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പാർക്കുണ്ട്. അവിടുത്തെ മെയിൻ അട്രാക്ഷനാണ്. അപ്പോൾ അത് കാണുക എന്നുള്ളത്. അപ്പോൾ അത് കാണുന്നതിൻ്റെ കൊടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ ആ പുള്ളിയെ ഒന്ന് കാണണം, പുള്ളിയായിട്ട് സംസാരിക്കണം. അങ്ങനെ ഞങ്ങളൊരു ഏകദേശം ഒരു 1.5 മണിക്കൂർ പുള്ളിയായിട്ടൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നേരെ ബ്ലാക്ക് റിവർ ഗോർജസ് ഒരു നാഷണൽ പാർക്ക് കാണാൻ പോയി. അപ്പോൾ അത് നല്ല ഡ്രൈവ് നല്ല രസമാണ്. അതൊരു ഹിൽ സ്റ്റേഷനാണ്. അപ്പം അത് കാണാൻ പോയി. ബ്ലാക്ക് റിവർ ഗോർജസ് പാർക്കിൻ്റെ വ്യൂ പോയിൻ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് അടുത്ത് ഞങ്ങൾക്ക് പോവേണ്ടത് 7 കളേർഡ് എർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ മെയിൻ അട്രാക്ഷനാണ്. അപ്പോൾ അത് യഥാർത്ഥം പറഞ്ഞാൽ ഒരു ഏരിയയിൽ തന്നെ 7 നിറത്തിലുള്ള ഈ സോയിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ അതിന് കാണാൻ വേണ്ടി 600 MUR ആണ് ഒരാളുടെ ടിക്കറ്റ്. അപ്പോൾ ആ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ 7 കളേർഡ് എർത്ത് കാണാൻ പോയി. അപ്പോൾ അത് കാണാൻ പോണ വഴിക്ക് തന്നെ ഒരു ക്യാമറൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു വാട്ടർഫാളുണ്ട്. ഒരു നല്ല ലോങ്ങസ്റ്റ് വാട്ടർഫാളാണ്. അത് കാണാൻ പറ്റും അതിനകത്ത് തന്നെ. അപ്പോൾ അത് കണ്ടു. പിന്നെ 7 കളേർഡ് എർത്ത് കണ്ടു. അതിൻ്റെ കൂടെ തന്നെ ജെയിൻറ്റ് ടോട്ടോയ്സിനെ കാണാൻ പറ്റും. അപ്പോൾ അത് കണ്ടു. അത് കഴിഞ്ഞിട്ട് നേരെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ പോകേണ്ടത് ഈസ്റ്റേൺ സൈഡിലുള്ള ലേമോൺ എന്ന് പറയുന്ന ഒരു ബീച്ച്. അപ്പോൾ അതൊക്കെ കണ്ടു. അവിടെ സീ പ്ലെയിനിൻ്റെ ടേക്ക് ഓഫ് ലാൻഡിങ് ഒക്കെ ഞങ്ങൾ കണ്ടു. അപ്പം ഈ ടൂറിസ്റ്റുകൾക്ക് തന്നെ സീ പ്ലെയിന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സൗകര്യം അവിടെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ
ഞങ്ങൾ CP ലൈനിലൊന്നും പോയില്ല. ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. ഞങ്ങൾ തലേ ദിവസം ഞങ്ങൾ കബാബ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് ഞങ്ങൾ ഗ്രില്ല് ചെയ്ത് കഴിച്ചു. അതായിരുന്നു അന്നത്തെ ഡിന്നർ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം, അതായത് ഞങ്ങളുടെ 5ാമത്തെ ദിവസം ഞങ്ങളുടെ പരിപാടി അടുത്ത ഒരു ഐലൻഡ് ടൂറായിരുന്നു. അത് നോർത്തേൺ സൈഡിലോട്ടുള്ള ഗബ്രിയൽ ഐലൻഡ് എന്ന് പറഞ്ഞ ഒരു ഐലൻഡിലോട്ട് പോവുകയാണ്. ആ ഐലൻഡിലോട്ട് പോകാനുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കറ്റാമറൻ ടൈപ്പ്, അതായത് പായ്ക്കപ്പൽ ടൈപ്പ് ബോട്ടിലാണ് ഞങ്ങൾക്ക് ഈ ഗബ്രിയൽ ഐലൻഡിലോട്ട് പോകേണ്ടത്. അപ്പോൾ ഗ്രാൻഡ് ബേയിൽ നിന്ന് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷേ അത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള അത്ര നമുക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ ഒരു 7:30 ആയപ്പോഴേ ജസ്റ്റ് ഒന്ന് വെളിയിലോട്ടൊക്കെ ഇറങ്ങി കണ്ടുപിടിച്ചു സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോൾ അവിടെ ഒരാളുടെ ചോദിച്ചപ്പോൾ അവരൊരു വലിയൊരു ടൂർ ഓപ്പറേറ്റർ ആയിരുന്നു. അപ്പോൾ അവരുടെ ഇന്നത്തെ സീറ്റ് ഫുള്ളാണ്, അപ്പോൾ ഇന്ന് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ തന്നെ പറഞ്ഞു ഏകദേശം ഒരു 8:30 ആകുമ്പോൾ വന്നാൽ മതി, ഇഷ്ടം പോലെ ഏജൻസികൾ ഉണ്ടാവും, അപ്പോൾ ഏതെങ്കിലും കയറി നിങ്ങൾക്ക് പോകാൻ പറ്റുമെന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ റെഡിയായിട്ട് 8:15 വന്നു. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ തന്നെ ആ സൈഡിലായിട്ടൊരു കിയോസ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ച് ഞങ്ങൾ സെറ്റ് ചെയ്തു. അത് ഒരു 1500 MUR ഇതുപോലെയുള്ള ഒറ്റ ട്രിപ്പ് ബാർബിക്യൂവും ഈ ട്രാവലും എല്ലാം കൂടെ ഞങ്ങൾ സെറ്റാക്കി. അപ്പോൾ അതിനിടയ്ക്കൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ MUR ഞങ്ങൾക്ക് കുറച്ച് തീർന്നു. അപ്പം ഈ ബോട്ടിനൊക്കെ നമ്മൾ ലോക്കൽ കറൻസിയാണ് കൊടുത്തത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അത് കുറച്ച് കുറവ് വന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഞാൻ ചെന്നിട്ട് അതിൻ്റെ ഒരു എക്സ്ചേഞ്ച് ഷോപ്പിൽ പോയിട്ട് മാറാൻ വേണ്ടി ചോദിക്കുമ്പോൾ അവിടെ അവരുടെ ഷോപ്പ് തുറക്കുന്നതൊക്കെ ഉള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് പറ്റിയില്ല. അപ്പോഴും പിന്നെ സെക്യൂരിറ്റി പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് തരാമെന്ന് പറഞ്ഞിട്ട് അയാൾ എനിക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള പൈസ തന്ന് ഞാൻ അതുകൊണ്ടൊക്കെയാണ് തിരിച്ച് ഈ കറ്റാമറൻ യാത്രയിലോട്ട് പോയത്. അങ്ങനെ ഞങ്ങളൊരു 9 മണിയായപ്പോഴേ ഈ കറ്റാമറൻ ബോട്ട് യാത്ര തുടങ്ങി. അതിൽ നമ്മൾ കുറച്ച് ദൂരം, അത് എഞ്ചിനും ഉണ്ട്, ഈ പായ്ക്കപ്പലിൻ്റെ ആ ഒരു ഇതുമുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇവർ ഇതൊക്കെ വിടർത്തി പായ്ക്കപ്പലിൻ്റെ ആ ഒരു, അതായത് കാറ്റിൻ്റെയും കൂടെ ഒരു അസിസ്റ്റൻസ് എടുത്ത് യാത്ര ചെയ്യണ രീതിയാണ്. അപ്പോൾ അങ്ങനെ അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ നേരെ ഞങ്ങൾ ഒരു 1.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് ഈ ഗബ്രിയൽ ഐലൻഡിൻ്റെ അടുത്തത്. അപ്പോൾ പോണ വഴിക്ക് വേറൊരു ഐലൻഡൊക്കെ കാണാൻ പറ്റുമായിരുന്നു. അത് നമുക്ക് അകത്ത് കയറാൻ പറ്റത്തില്ല, പക്ഷേ കണ്ടു പോകാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ നേരെ ഗബ്രിയൽ ഐലൻഡിൻ്റെ അടുത്തെത്തി. ഇത് വലിയ ബോട്ടായതുകൊണ്ട് തന്നെ നമുക്ക് തൊട്ടടുത്ത് വരെ പോകാൻ പറ്റില്ല. അപ്പം കുറച്ച് മാറ്റിയിട്ടിട്ട് ചെറിയ ബോട്ടിൽ ഞങ്ങളെ ഇറക്കി ഐലൻഡിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ അവിടെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഐലൻഡ് ബീച്ചസിൽ കുളിക്കാം, ചെറിയ സ്നോർക്ലിംഗ് ഒക്കെ വേണമെങ്കിൽ ചെയ്യാം, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറേ സ്പെൻഡൊക്കെ ചെയ്തിട്ട് അവർ 1 മണിയാകുമ്പോൾ തിരിച്ച് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒരു 12:45 ആയപ്പോൾ വന്ന് ചെറിയ ബോട്ടിൽ വീണ്ടും ഈ കറ്റാമറൻ ബോട്ടിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ അത് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറക്കി വിടുമ്പോഴേ തന്നെ അവിടെ ബാർബിക്യൂ ഉണ്ടാക്കാനുള്ള, അതായത് ഈ ബോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ലൈവായിട്ട് ബാർബിക്യൂ ഉണ്ടാക്കുക. അപ്പോൾ അതൊക്കെ കണ്ട് തുടങ്ങിയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. അപ്പോൾ തിരിച്ച് വന്നപ്പം എല്ലാം റെഡിയാണ്, ബാർബിക്യൂ റെഡിയാണ്, നമ്മളെ ഫുഡെല്ലാം റെഡിയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ വന്ന് ഈ ലഞ്ച് കഴിക്കാൻ തുടങ്ങി. അത് നമ്മുടെ എല്ലാവർക്കും നമുക്ക് അത് അൺലിമിറ്റഡ് ആണ്. നമുക്ക് ഇതിനിടയ്ക്കൂടെ നമ്മൾ വന്ന വഴിക്ക് തന്നെ ജ്യൂസും ഇതൊക്കെ തരണമുണ്ടായിരുന്നു. അതായത് ഇങ്ങോട്ടുള്ള ട്രിപ്പുകളിലൊക്കെ നമുക്ക് ആവശ്യമുള്ള എപ്പോൾ ചോദിച്ചാലും ജ്യൂസോ അല്ലെങ്കിൽ കോളയൊക്കെ നമുക്ക് ആവശ്യത്തിന് തരും. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു ട്രിപ്പിലും ഈ ഒരു ലഞ്ചിലും നമുക്ക് ആവശ്യത്തിനുള്ള കോള അല്ലെങ്കിൽ ജ്യൂസോ എന്തെങ്കിലുമൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഏകദേശം ഒരു 2 മണി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് റിട്ടേൺ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ കുറേ ഏകദേശം ഒരു 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഈ കറ്റാമറൻ്റെ ഡ്രൈവർ ഡോൾഫിൻ്റെ ചാട്ടം ഇങ്ങനെ കണ്ടു. അപ്പോൾ നേരെ ആ സൈഡിലോട്ട് കൊണ്ടുവന്നു ഞങ്ങൾക്ക് നന്നായിട്ട് ഡോൾഫിൻ ചാടുന്നതും ഡോൾഫിൻ്റെ യാത്രയെല്ലാം കാണിച്ചു തന്നു. അപ്പം ഞങ്ങൾ യഥാർത്ഥത്തിൽ അതിൻ്റെ പിറ്റേന്ന് ഒരു ഡോൾഫിൻ വാച്ചിങ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ട്രിപ്പ് പോകാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് കണ്ടത് കാരണം അതൊരു ലാഭമായി. അത് വീണ്ടും പ്രത്യേകിച്ച് പോവേണ്ടതില്ല. പക്ഷേ ചിലപ്പോൾ നമ്മൾ വലിയ കാര്യത്തിൽ ഡോൾഫിൻ വാച്ച് എന്ന് പറഞ്ഞ് പോയാലും ചിലപ്പോൾ ഡോൾഫിനെ കാണാൻ പറ്റില്ല. അത് ഞങ്ങൾക്ക് വേറെ എവിടെയൊക്കെ പോയപ്പോൾ ഇങ്ങനെ അനുഭവമുണ്ട്. അപ്പോൾ ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ഡോൾഫിനെ കാണാൻ പറ്റി. ഡോൾഫിൻ്റെ കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങളൊരു 3:45 ആയപ്പോഴും ഞങ്ങൾ തിരിച്ച് ഗ്രാൻഡ് ബേ ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അടുത്ത് എത്തി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഹോട്ടലിൽ കയറി ചായയൊക്കെ കുട്ടിച്ചിട്ട് ഇനി ഒരു പ്രത്യേകതയുള്ള ഞങ്ങൾ ചായ ഞങ്ങളുടെ ഒരു വീക്ക്നെസ് ആണ്. കഴിച്ചാൽ നമുക്ക് എപ്പോഴും ചായ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. പാല് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഈ സീൽഡ് ബോട്ടിലുള്ള. അപ്പോൾ അത് കാരണം നമുക്ക് എപ്പോഴും ചായ കോഫിയൊക്കെ നമുക്ക് ഇടാൻ പറ്റും. കിച്ചണൊക്കെ അത്ര നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കിച്ചണായിരുന്നു. അപ്പോൾ അത് കാരണം ഉള്ള ചായ
ഇടുക എന്നുള്ളതും പിന്നെ മുട്ട ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മുട്ട പ്രിപ്പയർ ചെയ്ത് കഴിക്കുക, അങ്ങനെയൊക്കെ ഉള്ള കുറേ ആക്ടിവിറ്റീസൊക്കെ നമുക്കുണ്ട്. അപ്പോൾ അത് കാരണം ഫുഡിനൊന്നും വലിയ പ്രശ്നങ്ങളോ ഉണ്ടായില്ല. ആദ്യത്തെ ദിവസം മാത്രം നമുക്കൊരു ചെറിയ അത്ര നല്ല ഫുഡല്ലായിരുന്നു എന്നുള്ള ഇതേ ഉള്ളൂ. ആദ്യത്തെ ദിവസം ഞങ്ങൾ ആ മോക്ക ട്രയലിലോട്ട് പോണ വഴിക്ക് ഒരു ഫറാട്ട ചിക്കൻ റോൾ എന്ന് പറഞ്ഞൊരു സാധനമാണ് വാങ്ങിച്ച് കഴിച്ചു. പക്ഷേ അതിൽ ചിക്കനിൽ എരിവും പുളിവും ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് മര്യാദയ്ക്ക് കഴിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ പുറത്തുനിന്നുള്ള ഒരു വലിയ ഫുഡുകളൊക്കെ ഞങ്ങൾ ഒഴിവാക്കി. പക്ഷേ ഈ 2 ട്രിപ്പിലും നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ച് നല്ല ലഞ്ചായിരുന്നു. അപ്പോൾ അത് കാരണം നമുക്ക് ഈ ഫുഡിനൊന്നും വലിയ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് ചായ കുടിച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം നോർത്തിൽ ഒരു റെഡ് റൂഫ്ഡ് ചർച്ച് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, അതായത് റെഡ് റൂഫിൽ ഫുള്ള് റെഡ് പെയിൻ്റ് അടിച്ച ഒരു ചർച്ചുണ്ട്. ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള ബീച്ച് സൈഡിലുള്ള ഒരു ചർച്ചാണ്. അപ്പോൾ അത് കാണാൻ പോയി. കൂടാതെ ആ ബീച്ചും ഞങ്ങൾ കണ്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടൊക്കെ തിരിച്ചു വന്നു. ഇനി അടുത്ത ദിവസം ഞങ്ങളെ ഡേയുടെ ലാസ്റ്റ് ദിവസമാണ്. അതിൻ്റെ അടുത്ത ദിവസം ഞങ്ങൾക്ക് റിട്ടേൺ ആണ്. അപ്പം ലാസ്റ്റ് വെള്ളിയാഴ്ച ഞങ്ങൾ ഈസ്റ്റ് സൈഡിൽ കുറച്ച് ബീച്ചൊക്കെ കാണാനായിരുന്നു. അപ്പോൾ അത് കാണാൻ പോയി. അത് കഴിഞ്ഞിട്ട് പോർട്ട് ലൂയിസ് പകൽ വ്യൂ എല്ലാം കണ്ട്. അവിടെ ഫ്രണ്ടിലൊരു അതായത് മെയിൻ ടൗണിനകത്തൊരു പാർക്കുണ്ട്, പിന്നെ വാട്ടർ ഫ്രണ്ട് ഏരിയ, അംബ്രല സ്ക്വയറൊക്കെ പകൽ കണ്ടു. അങ്ങനെ പകലൊക്കെ കണ്ട് അന്ന് പിന്നെ കൂടാതെ തന്നെ ഈ ഗ്രാൻഡ് ബേ ഫുള്ള് ഞങ്ങൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് അന്ന് സുഖമായിട്ട് അന്നും ഇതുപോലെ എന്തൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിച്ചു, നൂഡിൽസും ഒക്കെ പ്രിപ്പയർ ചെയ്ത് കഴിച്ചിട്ട് പിന്നെ പിറ്റേന്നാണ് ഞങ്ങളുടെ റിട്ടേൺ യാത്ര. അപ്പോൾ അങ്ങനെ പിറ്റേന്ന് രാവിലെ ഞങ്ങൾക്ക് ഏകദേശം ഒരു 5:30 മണിക്ക് അവിടെ തിരിച്ചു. ഞങ്ങൾക്ക് 9:30-10 മണിയോടുകൂടിയാണ് 9:30 ഞങ്ങളുടെ ഫ്ലൈറ്റ്. അപ്പോൾ ഏകദേശം 1 മണിക്കൂറാണ് കാർ ഡ്രൈവ് ടു എയർപോർട്ട്. അങ്ങനെ നേരെ കാർ ഡ്രൈവ് ചെയ്ത് വന്നു. അപ്പം നേരെ പറഞ്ഞതിന് മുമ്പ് തന്നെ എത്തിയതും അതിൻ്റെ ഈ റെൻ്റലിൻ്റെ ആൾക്കാരെ വിളിച്ചു. അപ്പം അവർ പാർക്കിങ്ങിന് ഇന്ന സ്ലോട്ടിൽ പാർക്ക് ചെയ്യാൻ പറഞ്ഞു, ഇന്ന ഏരിയയിൽ. അങ്ങനെ പാർക്ക് ചെയ്തു. അവർ വന്ന് നോക്കി, വണ്ടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നേരെ ഓക്കെ എന്ന് പറഞ്ഞു. ഞങ്ങൾ നേരെ എയർപോർട്ടിനകത്ത് കയറി ഞങ്ങൾ നേരെ ഇതുപോലെ ചെക്ക് ഇൻ ചെയ്തു. നേരെ അവിടെ നിന്ന് ബാംഗ്ലൂരോട്ട് 6 മണിക്കൂർ ഫ്ലൈറ്റ്. അവിടെ നിന്ന് ബാംഗ്ലൂർ ഇറങ്ങി ഇൻ്റർനാഷണലിൽ നിന്ന് ഡൊമസ്റ്റിക്കിലോട്ട് ബസ് കയറി വന്ന് ഡൊമസ്റ്റിക്കിൽ വന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ ബാംഗ്ലൂർ ട്രിവാൻഡ്രത്ത് രാത്രി എത്തി. ഇതാണ് ഞങ്ങളുടെ മൗറീഷ്യസ് ട്രിപ്പ്. താങ്ക് യു.